നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ ഒന്നാം ഘട്ടമായ ലൈറ്റ് റിയാക്ഷൻ അഥവാ ഫോട്ടോ കെമിക്കൽ ഫേസിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? ATP, NADPH ആൻഡ് ഓക്സിജൻ, ബൈ പ്രോഡക്റ്റായ ഓക്സിജൻ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ രണ്ടാം ഘട്ടമായ ഡാർക്ക് റിയാക്ഷൻ ഓർ ബയോസിന്തറ്റിക് ഫേസിനെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്? ബിക്കോസ് ദീസ് റിയാക്ഷൻസ് ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ലൈറ്റ്. ലൈറ്റ് ഡയറക്റ്റ്ലി ഡിപ്പെൻഡൻ്റ് അല്ല. ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്ട്സ് ആയ ATPയും NADPHനെയുമാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ദേ ആർ കോൾഡ് ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്ട്സ് ആയ ATPയും NADPHും ഉപയോഗിച്ച് സിന്തസിസ് ഓഫ് ഷുഗർ ആണ് ബയോസിന്തറ്റിക് ഫേസ് ഓർ ഡാർക്ക് റിയാക്ഷനിൽ നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഡാർക്ക് റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ ദി സ്ട്രോമ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ആൻ അമേരിക്കൻ സയൻറ്റിസ്റ്റ് മെൽവിൻ കാൽവിൻ, അദ്ദേഹം റേഡിയോ ആക്റ്റീവ് കാർബൺ-14 ഉപയോഗിച്ച് ആൽഗൽ ഫോട്ടോസിന്തസിസ് നടത്തി ഡിസ്കവർ ചെയ്തു. ഫോട്ടോസിന്തസിസിലെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ് എന്ന് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിനെ കാർബൺ-14 ഐസോട്ടോപ്പായിട്ട് കടത്തി വിട്ടിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു ആ ആൽഗയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ സ്റ്റേബിൾ പ്രോഡക്റ്റ് ഏതാണ്. ഒരുപാട് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാകാം, പക്ഷേ കാർബൺ-14 വരുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ട്രേസ് ചെയ്തിട്ട് അദ്ദേഹം മനസ്സിലാക്കി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ അഥവാ ഫോട്ടോസിന്തസിസിലെ ഡാർക്ക് റിയാക്ഷനിൽ ആദ്യം ഉണ്ടാകുന്ന ഫിക്സേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ടായ 3PGA ആണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 3PGA ഈസ് ദി ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഫോംഡ് ഇൻ ദി ഫോട്ടോസിന്തസിസ്. 3PGA എന്ന് പറയുന്നത് 3-phosphoglycerate ആണ്. However, only some plants show 3PGA as the first carbon dioxide fixation product. But in some others, a 4-carbon compound OAA, oxaloacetic acid, is formed as the first carbon fixation product. ചില ചെടികൾ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് 3 കാർബൺ കോമ്പൗണ്ടായ PGA അല്ല ഉണ്ടാക്കിയത്, പകരം ഒരു 4 കാർബൺ കോമ്പൗണ്ടായ ഓക്സാലോ അസറ്റിക് ആസിഡാണ്. ഈ ഫസ്റ്റ് സ്റ്റേബിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്താ ഞാൻ പറഞ്ഞത്, ചില ചെടികൾ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ടായ 3PGA ആണ് ഉണ്ടാക്കുന്നത്. ആ പ്ലാന്റ്സിനെ നമ്മൾ C3 പ്ലാന്റ്സ് എന്നും ആ പാത്വേ C3 പാത്വേ എന്നും അറിയപ്പെട്ടു. മറ്റ് ചില ചെടികളോ ദേ ഫോം OAA as the carbon dioxide fixation product, that is a 4 carbon compound. അങ്ങനെയുള്ള ചെടികളെ C4 പ്ലാന്റ്സ് എന്നും അവ നടത്തുന്ന ബയോസിന്തറ്റിക് പാത്വേയെ C4 പാത്വേ എന്നും പറയുന്നു. അപ്പോൾ ബയോസിന്തറ്റിക് പാത്വേ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 types based on the first stable product of carbon fixation. ഏതൊക്കെയാണത്? C4 പാത്വേ ആൻഡ് C3 പാത്വേ. കാർബൺ ഫിക്സേഷനിൽ ആദ്യത്തെ കോമ്പൗണ്ട് ഒരു 3 കാർബൺ കോമ്പൗണ്ടായ PGA ആണ് എങ്കിൽ ആ ബയോസിന്തറ്റിക് പാത്വേ നമ്മൾ C3 പാത്വേ എന്നും,
കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ഒരു 4 കാർബൺ കോമ്പൗണ്ടായ ഓക്സാലോ അസെറ്റിക് ആസിഡ് OAA ആണ് എങ്കിൽ ആ ബയോസിന്തറ്റിക് പാത്വേ നമ്മൾ C4 പാത്വേ എന്നും പറയും. നമുക്ക് ആദ്യം C3 പാത്വേ ഓർ C3 സൈക്കിൾ എന്താണെന്ന് നോക്കാം. Melvin Calvin and his co-workers worked out all the reactions in C3 cycle. C3 സൈക്കിളിലെ എല്ലാ പ്രോഡക്ട്സും എല്ലാ റിയാക്ഷൻസും കാർബൺ-14 ഐസോട്ടോപ്പ് ഉപയോഗിച്ച് മെൽവിൻ കാൽവിനും അദ്ദേഹത്തിൻ്റെ കോവർക്കേഴ്സും ചേർന്നിട്ടാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ദ പാത്വേ was named after Melvin Calvin as the Calvin cycle. So, C3 cycle is also known as Calvin cycle എന്നാണ് C3 സൈക്കിളിനെ അറിയപ്പെടുന്നത്. ഒരു പോയിന്റ് നിങ്ങൾക്കറിയാം, C3 സൈക്കിളിൽ ആദ്യം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ഏതാണ്? 3 കാർബൺ കോമ്പൗണ്ട്. അതിനെന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ്. 3PGA എന്ന് നമുക്ക് ചുരുക്കി പറയാം. നമുക്ക് കാൽവിൻ സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡയഗ്രം നിങ്ങൾ നോക്കൂ. കാൽവിൻ സൈക്കിളിൻ്റെ ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിച്ച്. കാൽവിൻ സൈക്കിൾ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് അണ്ടർ 3 സ്റ്റേജസ്. കാൽവിൻ സൈക്കിളിനെ 3 സ്റ്റേജുകളായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. First one, carboxylation. The second stage is reduction and the third stage is regeneration. Calvin cycle can be described under 3 stages. They are carboxylation, reduction and regeneration. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് കാർബോക്സിലേഷൻ. നോക്കൂ, കാർബോക്സിലേഷൻ എന്ന വാക്കിനർത്ഥം അഡിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ്. ഒരു കോമ്പൗണ്ടിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് RUBP ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നുണ്ട്. RUBP ഇതിൻ്റെ ഫുൾ പേര് റിബുലോസ് 1,5-ബൈഫോസ്ഫേറ്റ് എന്നാണ്. RUBP എന്ന് വെച്ചാൽ എന്താണ്? റിബുലോസ് 1,5-ബൈഫോസ്ഫേറ്റ്. ഇറ്റ് ഈസ് എ 5 കാർബൺ കോമ്പൗണ്ട്. 5 കാർബൺ കോമ്പൗണ്ടായ RUBP എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് ഫോം എ 3 കാർബൺ മോളിക്യൂൾ 3PGA. 5 കാർബൺ കോമ്പൗണ്ടായ RUBP ഒരു കാർബണുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്തിട്ട് 3 കാർബണുള്ള ഒരു 3PGA എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്നു. 3 കാർബണല്ലേ PGAക്കുള്ളൂ. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും? 2 മോളിക്യൂൾസ് ഓഫ് 3PGA. ഈ സ്റ്റെപ്പാണ് കാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. കാർബോക്സിലേഷൻ ഈസ് ദി മോസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പ് ഓഫ് കാൽവിൻ സൈക്കിൾ. നോക്കൂ, ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? ഇറ്റ് ഈസ് എ 5 കാർബൺ കോമ്പൗണ്ട്. എന്താണ് അതിൻ്റെ പേര്? RUBP, റിബുലോസ് 1,5-ബൈഫോസ്ഫേറ്റ്. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു എൻസൈം വേണം. ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ആൻ എൻസൈം റുബിസ്കോ. റുബിസ്കോ നോക്കൂ, റുബിസ്കോയെ ഞാനവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആ എൻസൈമിൻ്റെ പേരെന്താണ്? RUBP കാർബോക്സിലേസ് ഓക്സിജനേസ്. ആ എൻസൈമിൻ്റെ മുഴുവൻ പേരാണ് RUBP കാർബോക്സിലേസ് ഓക്സിജനേസ്. RUBPയെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർക്കുന്നു അല്ലേ? അപ്പോൾ RUBPയെ കാർബോക്സിലേസ് ചെയ്യുന്ന എൻസൈം, കാർബോക്സിലേഷനെ സഹായിക്കുന്ന എൻസൈമാണ് റുബിസ്കോ. റുബിസ്കോയുടെ മുഴുവൻ പേര് RUBP കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നാണ്. അപ്പോൾ ഈ എൻസൈമിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് 2 ആക്ടിവിറ്റി ഉണ്ട്.
എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട്? കാർബോക്സിലേസ് ആക്ടിവിറ്റിയും ഉണ്ട്, ഓക്സിജനേസ് ആക്ടിവിറ്റിയും ഉണ്ട്. റുബിസ്കോ, അതുകൊണ്ടാണ് റുബിസ്കോ, RUBP, C4 കാർബോക്സിലേസ്, O4 ഓക്സിജനേസ്, RUBP കാർബോക്സിലേസ് ഓക്സിജനേസ് എൻസൈം, ചുരുക്കി നമുക്ക് റുബിസ്കോ എന്ന് പറയാം. അപ്പോൾ ഈ റുബിസ്കോ എൻസൈമിന് 2 ആക്ടിവിറ്റി ഉണ്ട്, കാർബോക്സിലേസ് ആൻഡ് ഓക്സിജനേസ്. RUBPയെ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂട്ടിച്ചേർക്കാൻ സഹായിച്ചാൽ ഇതെന്ത് ആക്ടിവിറ്റി കാണിക്കും? കാർബോക്സിലേസ് ആക്ടിവിറ്റി കാണിക്കും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സംടൈംസ് ഈ എൻസൈം RUBPയെ ഓക്സിജനുമായിട്ട് കൂട്ടിച്ചേർക്കാൻ സഹായിക്കും. അപ്പോൾ അത് ഏത് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്? ഓക്സിജനേസ് ആക്ടിവിറ്റി കാണിക്കും. C3 സൈക്കിളിൽ ഇത് ഏത് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്? ഈ റുബിസ്കോ എൻസൈം. ഈ റുബിസ്കോ എൻസൈം കാർബോക്സിലേസ് ആക്ടിവിറ്റി കാണിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ് കാർബോക്സിലേഷൻ? കാർബോക്സിലേഷൻ ഈസ് ദി മോസ്റ്റ് crucial step of Calvin's cycle where carbon dioxide is utilized for the carboxylation of RUBP. This reaction is catalyzed by the enzyme Rubisco, which results in the formation of എന്താണ്ടാകുന്നത് 2 molecules of 3PGA. കാർബോക്സിലേഷൻ്റെ ഫലമായി നമുക്ക് കിട്ടിയ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ഏതാണ്? 2 molecules ഓഫ് എ 3 കാർബൺ കോമ്പൗണ്ട് ഏതാണ്? 3PGA. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കാർബോക്സിലേഷൻ. രണ്ടാമത്തെ സ്റ്റേജാണ് റിഡക്ഷൻ. ആരാണ് റിഡക്ഷന് പോകുന്നത്? 3PGA. 3PGA എത്ര മോളിക്യൂൾസാണ് ഉണ്ടാകുന്നത്? 2 molecules. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 3PGA undergoes a series of reactions that lead to the formation of glucose. നോക്കൂ, 3PGA റിഡക്ഷൻ പ്രോസസ്സിന് പോയിട്ട് it produces triose phosphate. It is a series of reactions. കുറേ റിയാക്ഷൻസ് ഉണ്ട് ഇതിൽ. ഒറ്റ വാക്കിൽ നമ്മളങ്ങ് പറയുകയാണ്, റിഡക്ഷൻ എന്ന് ഒറ്റ വാക്കി പറയുകയാണ്. 3PGA undergoes a series of reactions that lead to the formation of glucose. ഈ റിഡക്ഷൻ പ്രോസസ്സിൽ it utilizes 2 ATP molecules and 2 NADPH. ഈ ATPയും NADPH നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ലൈറ്റ് റിയാക്ഷൻ്റെ അല്ലേ? അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ നമുക്ക് കിട്ടിയ ATPയും NADPHും എവിടെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടല്ലോ? റിഡക്ഷൻ റിയാക്ഷൻസിൽ ഉപയോഗിക്കുന്നു. റിഡക്ഷൻ റിയാക്ഷൻസ്, ഒരു കാർബൺ ഡൈ ഓക്സൈഡ്, ഈ സൈക്കിൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷന് പോകുമ്പോൾ നമ്മൾ 2 ATP മോളിക്യൂളും 2 NADPHും ഉപയോഗിക്കും. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് കിട്ടാൻ എത്ര കാർബൺ ഡൈ ഓക്സൈഡാണ് നമുക്ക് വേണ്ടത്? 6 കാർബൺ ഡൈ ഓക്സൈഡ് വേണം. 6 കാർബൺ ഡൈ ഓക്സൈഡും 6 ടേൺസ് ഓഫ് സൈക്കിൾസും ഉണ്ടെങ്കിലേ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാകുകയുള്ളൂ. സോ ഫോർ ദ ഫിക്സേഷൻ ഓഫ് 6 molecules ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 6 ടേൺസ് ഓഫ് ദ സൈക്കിൾ റിക്വയേഴ്സ് എത്ര ATPയും എത്ര NADPHും വേണം? ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് 2 ATPയും 2 NADPHും. 6 കാർബൺ ഡൈ ഓക്സൈഡിനും 6 ടേൺസ് ഓഫ് സൈക്കിളിനും എത്ര NADPHും ATPയും വേണം? 12 ATP ആൻഡ് 12 NADPH are required for the production of 1 molecule of glucose. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാകാൻ നമുക്ക് എത്ര ATPയും എത്ര NADPHും വേണം? 12 ATP and 12 NADPH are required for the production of 1 molecule of glucose. മനസ്സിലായോ? Then രണ്ടാമത്തെ സ്റ്റെപ്പ് റിഡക്ഷൻ കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കൂ, എന്താണ്? റീജനറേഷൻ ഉണ്ടാവുക. ഇതൊരു കാൽവിൻ സൈക്കിൾ ഓർ C3 സൈക്കിൾ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? സൈക്ലിക് പ്രോസസ്സാണ് അല്ലേ? ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം.
അപ്പോൾ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആരുണ്ടാകണം? RUBP ഉണ്ടാകണ്ടേ? RUBP റീജനറേറ്റ് ചെയ്യണം. RUBP റീജനറേറ്റ് ചെയ്യുന്ന റീജനറേഷൻ ഓഫ് RUBP എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ മോളിക്യൂൾ അല്ലേ? RUBP റീജനറേഷൻ നടക്കണം. അതിനെയാണ് നമ്മൾ RUB റീജനറേഷൻ എന്ന് പറയുന്നത്. റീജനറേഷൻ ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ മോളിക്യൂൾ RUBP is crucial if the cycle is to be continue uninterrupted. തടസ്സമില്ലാതെ സൈക്കിൾ തുടർന്ന് നടക്കണമെങ്കിൽ RUBP ഉണ്ടാകണം. അതിനെയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. ഈ റീജനറേഷൻ സ്റ്റെപ്പിൽ ദേ റിക്വയർ 1 ATP. RUBP ഉണ്ടാകാൻ റീജനറേഷൻ സ്റ്റെപ്പിലും എന്ത് വേണം? ഒരു ATP മോളിക്യൂൾ വേണം. പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെയാണ് എങ്കിൽ ഒരു ടേൺ ഓഫ് സൈക്കിളിൽ നമ്മൾ എത്ര ATP ഉപയോഗിക്കുന്നു? റിഡക്ഷനിൽ 2 ATP, റീജനറേഷനിൽ 1 ATP ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു ടേൺ ഓഫ് സൈക്കിളിന് 3 ATPയും വേണം. പിന്നെയോ 2 NADPHും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാകാനായിട്ട് 6 ടേൺസ് ഓഫ് സൈക്കിൾസ് വേണം അല്ലേ? അപ്പോൾ എത്ര ATPയും എത്ര NADPHും അത്യാവശ്യമാണ്? 18 ATPയും 12 NADPHും അത്യാവശ്യമാണ്. ഈ ATPയും NADPHുമാണ് ലൈറ്റ് റിയാക്ഷൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്ന ATPയും NADPHും. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന ATPയും NADPHും ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടന്ന് എന്ത് പ്രോഡക്റ്റ് നമുക്കിവിടെ കിട്ടി? 1 molecule ഓഫ് ഗ്ലൂക്കോസ് അല്ലെ? ഗ്ലൂക്കോസ് ഈസ് produced by using ATP and NADPH. ഇപ്പോൾ ഈ സൈക്കിളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാൽവിൻ സൈക്കിൾ ഓർ C3 സൈക്കിൾ ഹാസ് 3 stages: കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ഇവിടുത്തെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ മോളിക്യൂൾ ആരാണ്? RUBP. എത്ര കാർബൺ കോമ്പൗണ്ടാണ് RUBP? 5 കാർബൺ കോമ്പൗണ്ട്. ഏതാണ് പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? 3PGA. എത്ര കാർബൺ കോമ്പൗണ്ടാണ് PGA? 3 കാർബൺ കോമ്പൗണ്ട്. മനസ്സിലായോ? RUBP കാർബോക്സിലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? റുബിസ്കോ. ക്ലിയർ ആയല്ലോ? ഇതൊന്ന് നോക്കിക്കേ. കാൽവിൻ സൈക്കിളിൽ ഓർ C3 സൈക്കിളിൽ 6 കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുമ്പോൾ വി ഗെറ്റ് 1 ഗ്ലൂക്കോസ് മോളിക്യൂൾ അല്ലേ? എത്ര ATP ഉപയോഗിക്കുന്നു? 18 ATP ഉപയോഗിക്കുന്നു. എത്ര NADPH ഉപയോഗിക്കുന്നു? 12 NADPH ഉപയോഗിക്കും. റിഡക്ഷന് വേണ്ടിയിട്ട് 12 NADPHും 18 ATPയും ഉപയോഗിക്കുന്നു. കാൽവിൻ സൈക്കിൾ മനസ്സിലായല്ലോ? അപ്പോൾ ദിസ് ഈസ് ദി ബയോസിന്തറ്റിക് പാത്വേ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഞാൻ പറഞ്ഞു ബയോസിന്തറ്റിക് പാത്വേ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ? C3 സൈക്കിളും C4 സൈക്കിളും. C3 സൈക്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? C3 സൈക്കിളിൻ്റെ മറ്റൊരു പേരെന്താണ്? കാൽവിൻ സൈക്കിൾ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് C4 സൈക്കിളാണ്. In some plants, instead of 3PGA, the first stable carbon dioxide fixation product is a 4 carbon compound OAA. അല്ലേ? Such plants in which the first product was a 4 carbon compound are called C4 plants and the pathway is called C4 pathway. 4 കാർബൺ കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന പ്ലാന്റ്സിനെ നമ്മൾ C4 പ്ലാന്റ്സ് എന്നും ആ ബയോസിന്തറ്റിക് പാത്വേയെ C4 പാത്വേ എന്നും പറയും. പക്ഷേ C4 പാത്വേയിൽ there is Calvin cycle or C3 cycle as the main synthetic pathway for glucose. C4 cycle എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് പ്രൊഡക്ഷന് there is C3 cycle. അവിടെ C3 cycle ഉണ്ട്. പക്ഷേ ആദ്യമായി ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ആദ്യമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3PGA അല്ല, ഒരു 4 കാർബൺ കോമ്പൗണ്ട് OAA എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് there is
The main biosynthetic pathway for the production of glucose is Calvin cycle or C3 cycle. C3 cycle എല്ലാ പ്ലാന്റ്സിലും C3 cycle or Calvin cycle ഉണ്ട്. Then C4 plants are found in hot and dry areas. വളരെ ചൂട് കൂടിയ ഏരിയയിലാണ് C4 plants കാണുന്നത്. They are adapted to tolerate high temperature and can respond to high light intensity. ഹൈ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി റെസ്പോണ്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് C4 പ്ലാന്റ്സ്. ഈ C4 പ്ലാന്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. Such plants show a special leaf anatomy called Krantz anatomy. C4 പ്ലാന്റ്സിനെ C4 പാത്വേക്ക് വിധേയമാക്കുന്നത് ഈ പ്ലാന്റ്സിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാറ്റമിയാണ്. ഈ ലീഫ് അനാറ്റമിക്ക് പറയുന്ന പേരാണ് Krantz anatomy. Krantz is derived from a German word which means halo or wreath. Ring എന്നർത്ഥമുള്ള halo or wreath എന്ന് വരുന്ന ജർമ്മൻ വേർഡായ ക്രാൻസിൽ നിന്നാണ് Krantz anatomy എന്ന വാക്കുണ്ടായത്. എന്താണ് Krantz anatomy എന്ന് നമുക്ക് നോക്കാം. ഇത് ഈ പിക്ചർ നിങ്ങളൊന്ന് നോക്കിക്കേ. നോർമൽ അനാറ്റമിയിൽ നിന്നും ലീഫ് അനാറ്റമിയിൽ നിന്നും C3 പ്ലാന്റ്സിൻ്റെ ലീഫ് അനാറ്റമിയിൽ നിന്നും വ്യത്യാസമാണ് Krantz anatomy. Krantz anatomy ആർക്കാണുള്ളത്? C4 പ്ലാന്റ്സിന് അല്ലേ. നോക്കൂ, ഇവിടെ വെയിൻ എന്ന് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? എന്താണ് വെയിൻ? വാസ്കുലാർ ബണ്ടിൽസ് അല്ലേ. ഏറ്റവും സെൻറ്ററിൽ നിന്ന് കാണാം. വാസ്കുലാർ ബണ്ടിൽസിനെ കവർ ചെയ്തിട്ട് there are some large cells present around the vascular bundles of C4 plants. Vascular bundlesine chutti there are some large cells present. They are called bundle sheath cell. Vascular bundle ne cover ചെയ്തിരിക്കുന്ന ഈ സെൽസിന് പറയുന്ന പേരാണ് bundle sheath cells. Bundle sheath cells form several layers. ഒരു ലെയർ ഒന്നുമല്ല. They form several layers around the vascular bundle. അത് മാത്രമല്ല, അവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ശ്രദ്ധിക്കൂ, എന്താണ്? വിത്ത് ലാർജ് ക്ലോറോപ്ലാസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? മീസോഫിൽ സെല്ലുകളിലാണ് സാധാരണ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നതെന്നല്ലേ. ഇവിടുത്തെ പ്രത്യേകത, മീസോഫിൽ സെൽസ് പുറത്ത് കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ബണ്ടിൽ ഷീത്ത് സെൽസിൻ്റെ പുറത്തായിട്ട് മീസോഫിൽ സെൽസ് കാണിച്ചിട്ടില്ലേ? അതിനകത്ത് എന്ത് മാർക്ക് ചെയ്തേക്കുന്നു? ഫ്യൂസ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് മാർക്ക് ചെയ്തേക്കുന്നു. സോ ബണ്ടിൽ ഷീത്ത് സെൽസിനകത്തും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, മീസോഫിൽ സെൽസിനകത്തും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ബോത്ത് ബണ്ടിൽ ഷീത്ത് സെൽസ് ആൻഡ് മീസോഫിൽ സെൽസ്. ബട്ട് ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആർ പ്രസൻറ്റ് ഇൻ ബണ്ടിൽ ഷീത്ത് സെൽസ്. അത് മാത്രമല്ല, ബണ്ടിൽ ഷീത്ത് സെൽസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹാവിങ് ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ദേ ഹാവ് തിക്ക് വാൾസ് deposited with suberin impervious to gaseous exchange and there is no intercellular spaces. ഇപ്പം എന്തൊക്കെ പ്രത്യേകതകളാണ് Krantz anatomy-ക്ക് ഉള്ളത്? Large cells present around the vascular bundles are called bundle sheath cells containing large chloroplasts. Bundle sheath cells form several layers around the vascular bundles. They are characterized by thick wall, impervious to gaseous exchange and no intercellular spaces. നോക്കൂ, ഈ ചെടികൾ, സ്വർഗം, മെയ്സ്, ഇതൊക്കെയാണ് സം എക്സാമ്പിൾസ് ഫോർ C4 പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള C4 പ്ലാന്റ്സ് ആണ് C4 സൈക്കിൾ ഓർ C4 പാത്വേ കാണിക്കുന്നത്. എന്താണ് C4 സൈക്കിൾ അല്ലെങ്കിൽ C4 സൈക്കിളിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, ആ സൈക്കിൾ എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.